ഞാൻ ഇന്ന് ചെറുപഴം ഉപയോഗിച്ചിട്ട് ഒരു പലഹാരം ഉണ്ടാക്കുകയാണ്. അതിന് ഒരു കോഴിമുട്ട, പിന്നീട് 5 ചെറിയ പഴമാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ 2 കോഴിമുട്ട എടുക്കുകയാണെങ്കിൽ 10 ചെറിയ പഴം എടുത്താൽ മതി. പിന്നെ കുറച്ച് തേങ്ങയും നമുക്കിതിന് ആവശ്യമാണ്. പിന്നെ ഒരു പാൻ ചൂടായ ശേഷം കുറച്ച് നെയ്യോ ഓയിലോ ഒഴിച്ചിട്ട് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചൂടാക്കിയെടുക്കാം. ആ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് തേങ്ങൻ്റെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഉണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കാം, അപ്പോൾ സ്വാദ് കൂടും. പിന്നെ കുറച്ച് നമുക്ക് എള്ളിട്ട് കൊടുക്കാം. അതിടണമെന്നില്ല, ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായപ്പോൾ വെറുതെ ഇട്ടതാണ്. ഇനി നമുക്ക് ആ പഴം ഒന്ന് മിക്സീൻ്റെ ജാറിൽ അടിച്ചെടുക്കാം. ഒരു 5 പഴം എടുത്തിട്ട് നമ്മൾ ഒരു കോഴിമുട്ട പൊട്ടിച്ച് അതിലേക്ക് എടുക്കുക. 2 കോഴിമുട്ട എടുക്കുക, അപ്പോൾ 10 പഴം എടുത്താൽ മതി. പിന്നീട് ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി, ഞാൻ പഞ്ചസാരയും കൂട്ടി അടിച്ച ഏലക്കാപ്പൊടിയാണ്. പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാര, നമ്മൾ തേങ്ങ ഒന്ന് ചൂടായിക്കുന്നെങ്കിൽ നമുക്ക് തേങ്ങയിലോട്ട് കുറച്ച് പഞ്ചസാരയും ഏലക്കാപ്പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ ജാറിലോട്ട് മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി നുള്ള് ഉപ്പിട്ടെടുക്കാം. പിന്നെ കുറച്ച് വെള്ളം ഒഴിക്കുക. വെള്ളത്തിന് പകരം നമ്മുടെ അടുത്ത് പാലുണ്ടെങ്കിൽ കുറച്ച് പാല് ഇട്ട് കൊടുക്കാം. ഞാൻ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, കുറച്ച് ഒഴിച്ചാൽ മതി. അങ്ങനെ ഞാനത് മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കുകയാണ്. അത് ഞാനിങ്ങനെ അടിച്ചെടുത്ത് ഇനി ഞാനൊരു പാന് സ്റ്റവിൽ വെച്ചിട്ട് ചൂടായതിന് ശേഷം നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പഴം ഒഴിച്ചു കൊടുക്കാൻ പോകും. അടിച്ച പഴം ഇനി നമുക്ക് ഈ പഴത്തിൻ്റെ മേതെ ആ ചൂടാക്കി വെച്ച തേങ്ങ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ വീണ്ടും പഴം അടിച്ചത് ഇട്ട് കൊടുക്കുക.
ഇനി നമുക്ക് ഇതിൻ്റെ മീതെ വീണ്ടും ആ തേങ്ങ ബാക്കിയുള്ളത് ഒക്കെ ഇട്ട് കൊടുക്കാം. നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് അത് മൂടി വെച്ച് ഒന്ന് വേവിക്കുക. കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേറൊരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ പാൻ അങ്ങോട്ട് മറിച്ചിടുക. അതിൻ്റെ മറ്റേ വശവും വേവാൻ വേണ്ടിയിട്ട്